ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹെസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 7ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ റിയോയുടെയും ടോക്കിയോയുടെയും ഫോട്ടോ ഉപയോഗിച്ച് അന്വേഷണം നടത്താമെന്ന് റഖേൽ പറയുന്നു. ശേഷം സർവറോസിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് റഖേൽ തിരികെ വീട്ടിലേക്ക് പോകുന്നു. കാരണം റഖേൽ 2 ദിവസം ഉറക്കം പോലും ഇല്ലാതെ ടെന്റിൽ തന്നെ ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ സർവറോസ് റഖേലിനെ വിളിക്കുന്നു. CCTV ഫൂട്ടേജിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ലഭിച്ചു എന്ന് അയാൾ പറയുന്നു. റഖേലും വളരെ പെട്ടെന്ന് തന്നെ ടെന്റിലേക്ക് എത്തുന്നു. CCTV ഫൂട്ടേജിൽ നിന്നും റിയോയും ടോക്കിയോയും റോയൽ മിന്റിന്റെ എൻട്രൻസിലെ ചെക്കിങ്ങിൽ നിൽക്കുന്നൊരു വീഡിയോ റഖേലിന് പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതിൽ നിന്നും ഒരു കാർ കീ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അത് പ്രൊഫസറിന്റെ കാറിന്റെ കീ ആണ്. അതിൽ ഉണ്ടായിരുന്നത് ഒറിജിനൽ കീ ചെയിൻ തന്നെയായിരുന്നു. അതുപയോഗിച്ച് കാറിന്റെ മോഡൽ പോലീസ് ടീം കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം പ്രൊഫസർ തന്റെ താവളത്തിലിരുന്ന് കേൾക്കുന്നു. ഈ സമയം പ്രൊഫസർ തന്റെ ടീമിനെ കോൾ ചെയ്യുന്നു. ഹെലൻസിംഗിയോട് പ്രൊഫസർ നശിപ്പിക്കുവാനായി ഏൽപ്പിച്ച കാർ നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹെലൻസിംഗി മാസങ്ങളോളം ഈ പ്ലാനിൽ വർക്ക് ചെയ്തതിനാൽ കുടുംബത്തിൽ കൊടുക്കുവാൻ കാശ് തികയാതെ വന്നപ്പോൾ പ്രൊഫസർ കൊടുത്ത കാറ് നശിപ്പിക്കാതെ യാർഡിലേക്ക് കൊടുത്തു എന്ന് പറയുന്നു. വണ്ടിയിലെ ഫിംഗർ പ്രിന്റ്സ് ക്ലിയർ ചെയ്തിരുന്നോ എന്ന് ഹെലൻസിംഗിയോട് പ്രൊഫസർ ചോദിക്കുന്നു. എന്നാൽ ഹെലൻസിംഗി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്തിരുന്നില്ല. ഇത് കേൾക്കുന്ന പ്രൊഫസർ ടെൻഷനായി കാർ അന്വേഷിച്ച് അവിടെ നിന്നും പോകാൻ തയ്യാറെടുക്കുന്നു. ഈ സമയം റഖേൽ പ്രൊഫസറിനെ കോൾ ചെയ്യുന്നു. റഖേലിന്റെ സംസാരത്തിൽ അല്പം ആത്മവിശ്വാസം കൂടുതലായിരുന്നു. കാരണം അവർക്കിപ്പോൾ ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. അവർ കടത്തിവെച്ചിരിക്കുന്നതിൽ നിന്നും 8 മൈനർ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കേസിൽ നിന്നും റഖേൽ പിന്മാറും എന്ന് പറയുന്നു. പ്രൊഫസർ അതിനെപ്പറ്റി ആലോചിക്കുന്നു. കാരണം റഖേൽ ആ കേസ് വിട്ടു പോയാൽ പുതിയൊരു ഓഫീസർ ആ സ്ഥാനത്തേക്ക് വരും. അതാരായിരിക്കും എന്ന് പോലും പ്രൊഫസറിന് അറിയില്ല. അങ്ങനെ പുതിയൊരാളിനെ തങ്ങളുടെ ട്രാപ്പിലേക്ക് എത്തിക്കുന്നത് വീണ്ടും എല്ലാം ആദ്യം മുതൽക്കേ ചെയ്യുന്നത് പോലെ ആയിരിക്കും. അത് തങ്ങളുടെ പ്ലാനിനെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട്. റഖേൽ തങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം, ആലോചിച്ച് മറുപടി പറയുവാൻ പറഞ്ഞ ശേഷം കോൾ കട്ട് ചെയ്യുന്നു. പ്രൊഫസർ ഹെലൻസിംഗി കാർ ഇട്ടിരിക്കുന്ന ജങ്ക്യാർഡിലേക്ക് എത്തുന്നു. രഹസ്യമായി മതിൽ ചാടി അയാൾ തന്റെ കാർ അന്വേഷിക്കുന്നു. ഈ സമയം ജങ്ക്യാർഡിന്റെ ഓണർ പ്രൊഫസറിനെ കാണുന്നു. അയാൾ പ്രൊഫസറിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പ്രൊഫസർ അവിടെ നിന്നും ഓടി ഒരു കാറിലേക്ക് ഒളിക്കുന്നു. യാർഡിന്റെ ഓണർ പ്രൊഫസർ ഒളിച്ചിരുന്ന കാർ കണ്ടെത്തി അത് ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുയർത്തുന്നു. പ്രൊഫസർ അതിനുള്ളിൽ നിന്നും നിലവിളിക്കുന്നു. ഈ സമയം റഖേൽ തന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു. അവൾ തങ്ങൾ റെഗുലറായി മീറ്റ് ചെയ്യുന്ന കോഫി ഷോപ്പിൽ ഉണ്ടെന്നും തമ്മിൽ കാണുവാൻ കഴിയുമോ എന്നും ചോദിക്കുന്നു. പ്രൊഫസർ ഇപ്പോൾ നാട്ടിലില്ല, മറ്റൊരിടത്താണെന്ന് പറയുന്നു. നൈറ്റ് മീറ്റ് ചെയ്യുവാൻ കഴിയുമോ എന്ന് റഖേൽ ചോദിക്കുന്നു. അതിന് പ്രൊഫസർ സമ്മതിക്കുന്നു. ശേഷം ഫോൺ കട്ട് ചെയ്ത് താഴേക്കിറക്കിയ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. യാർഡിന്റെ ഓണറിനോട് തന്റെ കാറിൽ ചില വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെന്നും അതെടുക്കുവാൻ വന്നതാണെന്നും പ്രൊഫസർ പറയുന്നു. അതിന് മതിൽ ചാടി ഒരു മോഷ്ടാവിനെ പോലെയാണോ വരേണ്ടതെന്ന് ഓണർ ചോദിക്കുന്നു. അയാൾ പോലീസിനെ വിളിക്കണോ എന്ന് ചോദിക്കുന്നു. പ്രൊഫസർ അവിടേക്ക് അതിക്രമിച്ച് കയറിയതിന് മാപ്പ് ചോദിക്കുന്നു. അവിടെ നിന്നും തിരികെ പോകാമെന്ന് പ്രൊഫസർ പറയുന്നു. താൻ 5 വരെ എണ്ണും, അതിനുള്ളിൽ അവിടെ നിന്നും പോകണം, ഇല്ലെങ്കിൽ തന്റെ വളർത്തുനായയെ കെട്ടയച്ചു വിടുമെന്ന് ഓണർ പറയുന്നു. പ്രൊഫസർ അവിടെ നിന്നും ഓടി പോകുന്നുണ്ടെങ്കിലും അയാൾ തന്റെ വളർത്തുനായയെ കെട്ടയച്ചു വിടുന്നു. നായ പ്രൊഫസറിനെ ഓട്ടിക്കുന്നു. പ്രൊഫസറിന് തന്റെ കാർ കണ്ടെത്താൻ കഴിയുമോ? ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ പ്രൊഫസർ എങ്ങനെ പുറത്തേക്ക് കടക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. 1 മണിക്കൂറിന് ശേഷം റഖേൽ പ്രൊഫസറിനെ കോൾ ചെയ്യുന്നു. ഈ സമയം പ്രൊഫസർ വണ്ടിയിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവിടേക്ക് എത്തിയിരുന്നു. പ്രൊഫസർ കോൾ അറ്റൻഡ് ചെയ്യുന്നു. തങ്ങൾക്ക് കൊടുത്തിരുന്ന 1 മണിക്കൂർ കഴിഞ്ഞു എന്നും തീരുമാനം എന്താണെന്നും റഖേൽ ചോദിക്കുന്നു. പ്രൊഫസർ 8 പേരുടെ ഒരു ലിസ്റ്റ് വായിച്ച് അവരെ എല്ലാം റിലീസ് ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ ആ ലിസ്റ്റിൽ ആലിസൺ ടൈലറിന്റെ പേര് ഇല്ലായിരുന്നു. റഖേൽ പ്രൊഫസറിനോട് ആലിസൺ ടൈലറിനെയും വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആലിസൺ ടൈലർ തങ്ങളുടെ VIP ഹോസ്റ്റേജ് ആണെന്നും അവളാണ് തങ്ങളുടെ ട്രംപ് കാർഡ്, അതിനാൽ അവളെ വിട്ടയക്കാൻ പറ്റില്ല എന്ന് പ്രൊഫസർ പറയുന്നു. എന്തോ ഒന്ന് ആലോചിച്ച ശേഷം പ്രൊഫസർ അവർക്ക് ഒരു ഓഫർ കൊടുക്കുന്നു. വേണമെങ്കിൽ 8 പേർക്ക് പകരം ആലിസണിനെ മാത്രം വിട്ടയക്കാമെന്ന് പ്രൊഫസർ പറയുന്നു. ആലോചിച്ച ശേഷം മറുപടി പറയുവാൻ പറഞ്ഞ് പ്രൊഫസർ കോൾ കട്ട് ചെയ്യുന്നു. പിയാട്രോ ആലിസണിനെ മാത്രം ആവശ്യപ്പെടുവാൻ പറയുന്നു. എന്നാൽ റഖേൽ അതിന് സമ്മതിക്കുന്നില്ല. അത് എത്തിക്സ് അല്ല എന്നും ഒരാൾക്ക് വേണ്ടി 8 പേരെ അവിടെ നിലനിർത്തുന്നത് ശരിയല്ല എന്നും റഖേൽ പറയുന്നു. ആലിസൺ വളരെ പ്രധാനപ്പെട്ട VIP ഹോസ്റ്റേജ് ആണ്, അതുകൊണ്ട് അവളെ വിട്ടുകിട്ടുക എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് പിയാട്രോ പറയുന്നു. ഇത് സംബന്ധപ്പെട്ട എന്ത് പ്രശ്നം വന്നാലും പിയാട്രോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് റഖേലിനോട് പറയുന്നു.
റക്കേൽ പ്രൊഫസറിനെ കോൾ ചെയ്ത് ആലിസണിനെ മാത്രം വിട്ടുതരുവാൻ ആവശ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന പ്രൊഫസർ റക്കേലിൽ നിന്നും ഇങ്ങനെയൊരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നു. 1 മണിക്കൂറിനുള്ളിൽ തിരികെ വിളിക്കാം, ഒരു പക്ഷേ തിരികെ വിളിച്ചില്ലെങ്കിൽ എന്റെ തീരുമാനം എന്താണെന്ന് നിങ്ങൾ നേരിൽ അറിയുമെന്ന് പ്രൊഫസർ പറയുന്നു. റക്കേലിന് പ്രൊഫസർ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഈ സമയം ഏഞ്ചൽ അവിടേക്ക് എത്തുന്നു. തങ്ങൾ തേടുന്ന കാർ റോയൽ മിന്റിൽ നിരവധി തവണ വന്നിട്ടുണ്ട്. അവിടെ നോട്ടഡായ ഡീറ്റെയിൽസിൽ നിന്നും വണ്ടിയുടെ നമ്പർ അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ആ കാറിന്റെ ഒരു തരത്തിലുള്ള ഡോക്യുമെന്റ്സും റിന്യൂ ചെയ്തിട്ടില്ല. അതിനാൽ കാറിന്റെ ഇപ്പോഴത്തെ ഓണർ ആരാണെന്ന് പോലും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. റക്കേൽ തന്റെ ടീമിനോട് ഇത്തരത്തിൽ ഒരു കാർ ആരും കണ്ടെത്താതിരിക്കുവാൻ ഒരു ക്രിമിനൽ എന്തൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് ചോദിക്കുന്നു. ഓരോരുത്തരും ഓരോരോ മറുപടികൾ പറയുന്നു. എന്നാൽ റക്കേൽ അതിലൊന്നും കൺവിൻസ്ഡ് ആകുന്നില്ല. തുടർന്നുള്ള ആലോചനയിൽ ജങ്ക്യാർഡിനെ പറ്റി റക്കേൽ ആലോചിക്കുന്നു. കാരണം അവിടെയാണെങ്കിൽ ഒരു തെളിവ് പോലും അവശേഷിക്കില്ല. ആ നാട്ടിലെ എല്ലാ ജങ്ക്യാർഡ്സിലും പോയി അന്വേഷിക്കുവാൻ തന്റെ ടീമിനോട് റക്കേൽ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രൊഫസർ ടെൻഷനിലാകുന്നു. കാരണം കാർ അവർ കണ്ടെത്തിയാൽ അതിലെ ഫിംഗർ പ്രിന്റ്സ് ഉപയോഗിച്ച് പോലീസ് എല്ലാവരെയും കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. ഇത് വലിയ പ്രോബ്ലം ആകുമെന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ പോലീസ് തന്റെ കാർ കണ്ടെത്തുന്നതിന് മുൻപേ അയാൾ അത് കണ്ടെത്തുവാൻ തീരുമാനിക്കുന്നു. അതിനായി അവിടെ നിന്നും പുറപ്പെട്ടു പോകുന്നു. പ്രൊഫസർ ബെർലിൻ എന്ന് പേരെഴുതിയിരിക്കുന്ന ഒരു ടിന്നും കയ്യിലേക്ക് എടുക്കുന്നു. പ്രൊഫസർ വീണ്ടും രഹസ്യമായി ജങ്ക്യാർഡിന്റെ മതിൽ ചാടിക്കടക്കുന്നു. അന്വേഷണത്തിൽ പ്രൊഫസർ തന്റെ കാർ കണ്ടെത്തുന്നു. കയ്യിൽ കരുതിയിരുന്ന ഗ്ലൗസും മാസ്കും ധരിച്ച് അമോണിയം ഉപയോഗിച്ചുകൊണ്ട് കാറിലെ എല്ലാ ഫിംഗർ പ്രിന്റുകളും പ്രൊഫസർ നശിപ്പിക്കുന്നു. ശേഷം ബെർലിൻ എന്ന് എഴുതിയിരിക്കുന്ന ടിന്നിൽ നിന്നും ഒരു ബട്ടൺ എടുക്കുന്നു. ബട്ടൺ കാർ സീറ്റിലേക്ക് പ്രൊഫസർ ഇടുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ വേണ്ടിയാണ് പ്രൊഫസർ അങ്ങനെ ചെയ്യുന്നത്. ഈ സമയം പോലീസ് അവിടേക്ക് എത്തുന്നു. പ്രൊഫസർ കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നു. റക്കേൽ അവിടേക്ക് എത്തിയത് പ്രൊഫസർ കാണുന്നു. പ്രൊഫസർ അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വാനിലേക്ക് കയറി ഒളിക്കുന്നു. യാർഡിന്റെ ഓണറിനോട് റക്കേൽ കാറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. എന്നാൽ ആ കാറിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയം പോലീസ് കാറിന്റെ വയർലെസ്സിൽ ഒരു ന്യൂസ് പാസ്സാകുന്നു. വണ്ടി തുറന്ന ഡ്രൈവർ റക്കേലിനോട് ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ടെന്ന് പറയുന്നു. ഈ സമയം അതുവഴി ഒരു ഭിക്ഷക്കാരൻ വരുന്നു. റക്കേൽ ഭിക്ഷക്കാരനെ പരിശോധിക്കുവാൻ ആവശ്യപ്പെടുന്നു. ശേഷം റക്കേൽ കാറിലേക്ക് കടന്ന് ന്യൂസ് കേൾക്കുന്നു. 8 പേർക്ക് പകരം ആലിസൺ ടൈലറിനെ മാത്രം വിട്ടയച്ചാൽ മതി എന്ന് റക്കേൽ പറയുന്ന ഫോൺ ഓഡിയോ ക്ലിപ്പ് ലീക്കായിരിക്കുന്നു. പ്രൊഫസർ ടോക്കിയോയോട് കറക്റ്റ് ടൈമിൽ ഓഡിയോ ലീക്ക് ചെയ്യുവാൻ ഏൽപ്പിച്ചിരുന്നു. കാരണം പോലീസ് ഓൾമോസ്റ്റ് അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതിനാൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുവാനാണ് പ്രൊഫസർ ഇങ്ങനെ ചെയ്തത്. റക്കേൽ ടെൻഷനിൽ കാർ വിട്ട് പുറത്തേക്കിറങ്ങി പ്രൊഫസറിന്റെ കാറിൽ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയുവാനായി പോയി നോക്കുന്നു. ഈ സമയം പോലീസ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്ന ഭിക്ഷക്കാരനെ പിടിച്ചു നിർത്തി പരിശോധിക്കുന്നു. ആ ഭിക്ഷക്കാരൻ പ്രൊഫസർ ആയിരുന്നു. വാനിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെടുവാൻ പ്രൊഫസർ തന്റെ ഡ്രസ്സ് വലിച്ചു കീറുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഗ്രീസ് എടുത്ത് ശരീരത്തിൽ പുരട്ടുന്നു. കൂടാതെ മണ്ണെടുത്ത് തന്റെ മുകളിലേക്ക് ഇടുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന കമ്പി കഷ്ണം എടുത്ത് തന്റെ മൂക്കിലേക്കിട്ട് കുത്തി മുറിവുണ്ടാക്കുന്നു. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തത്തോടെ പ്രൊഫസർ അവിടെ നിൽക്കുന്നു. പ്രൊഫസർ പോലീസിന്റെ ചോദ്യം കേട്ട് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. വീണ്ടും പോലീസ് ഓഫീസർ ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ പ്രൊഫസർ തന്റെ ഡ്രസ്സിലൂടെ മൂത്രമൊഴിക്കുന്നു. ഇത് കാണുന്ന പോലീസ് ഓഫീസർ പ്രൊഫസർ ഒരു ഭ്രാന്തനാണെന്ന് വിശ്വസിച്ച് വിട്ടയക്കുന്നു. പ്രൊഫസർ പതുക്കെ അവിടെ നിന്നും നടന്നു തുടങ്ങുന്നു. അവിടെ നിന്നും മറവിലേക്ക് എത്തിയ ശേഷം അയാൾ അവിടെ നിന്നും ഓടി ഒളിക്കുന്നു. റക്കേലിന് കാറിൽ നിന്നും ബെർലിന്റെ ബട്ടൺ കിട്ടുന്നു. അവിടെ ആകമാനം അമോണിയയുടെ സ്മെല്ലുണ്ടായിരുന്നു. അവിടേക്ക് ആരോ അല്പനേരം മുൻപേ വന്നിട്ടുണ്ടെന്ന് റക്കേലിന് മനസ്സിലാകുന്നു. കൂടാതെ കാറിന് സമീപത്ത് നിന്നും പ്രൊഫസർ ഉപേക്ഷിച്ച ഗ്ലൗസ് അവർക്ക് കിട്ടുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന വാൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് അവിടെ നിന്നും ഗ്രീസും മണ്ണും എടുത്ത് ആരോ തങ്ങളെ ഭിക്ഷക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. റക്കേൽ ഗണ്ണെടുത്ത് പുറത്തേക്ക് ഓടുന്നു. റക്കേലിന് പ്രൊഫസറിനെ പിടികൂടുവാൻ കഴിയുമോ? അതറിയുവാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും